വീണ്ടും വാർത്തകളിലേക്ക്. ചന്ദ്രാപ്പനി കണ്ണമ്പുള്ളിപ്പുറം ശ്രീകുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയാഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് പ്രമിത പ്രമോദ് തണ്ടയാംപറമ്പിൽ മണപ്പുറം റിതി ജ്വല്ലറി സിഇഒ CP ബാലുവിന് നൽകി പ്രകാശനം നിർവഹിച്ചു. സെക്രട്ടറി പ്രദീപ് കൊണ്ടേരി, ട്രഷറർ വിപ്സിൻ വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 21 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ 4 ശാഖകളുടെ നേതൃത്വത്തിലാണ് തൈപ്പൂയ ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. ശ്രീകുമാരമംഗലം സമുദായ ക്ഷേത്രത്തിലെ തൈപ്പൂയാണ് നമ്മുടെ 21 തൊട്ട് 28 വരെ. എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം, എല്ലാത്തിനും നല്ല രീതിയിൽ സഹകരിക്കണം. നമ്മുടെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് 4 ശാഖയായിട്ട് തിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ആനകളും കലാകാരന്മാരുടെ കലകളും എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു തൈപ്പൂയാണ്. വിവിധ കലാപരിപാടികളും 27-ന് കാവടിയാട്ടവും 7 ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരവും നടക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് പ്രമിത പ്രമോദ് പറഞ്ഞു. കുന്നംകുളം നഗരനിവാസികളുടെയും പരിസര പ്രദേശത്തെ ജനങ്ങളുടെയും നീണ്ടകാലത്തെ ആവശ്യത്തിന് പരിഹാരമാകുന്നു. കുന്നംകുളം നഗരം ഇനി മുതൽ നഗരസഭയുടെയും പോലീസിന്റെയും സുരക്ഷാ വലയത്തിലായിരിക്കും. നഗരത്തിൽ 16 ക്യാമറകൾ സ്ഥാപിച്ചു. TT ദേവസി ജംഗ്ഷൻ, മുനിസിപ്പൽ ജംഗ്ഷൻ, ഹെർബർട്ട് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ANPR മോഡൽ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് അടക്കം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ആധുനിക ക്യാമറകളാണ് ANPR ക്യാമറകൾ. പുതിയ ബസ് സ്റ്റാൻഡ് പ്രവേശന കവാടത്തിൽ PDZ ക്യാമറയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 2 ഭാഗത്തേക്കും തിരിയുന്ന വിധത്തിലുള്ള ക്യാമറയാണിത്. വൈശ്ശേരി, വിക്ടറി, TK കൃഷ്ണൻ റോഡ്, തുറക്കുളം മാർക്കറ്റ്, ജവഹർ തിയേറ്റർ, പഴയ ബസ് സ്റ്റാൻഡ്, കാണിപ്പയ്യൂർ, മധുരക്കുളം, ആനായിക്കൽ ജംഗ്ഷൻ, പനങ്ങായി കയറ്റം, ചാട്ടുകുളം എന്നിവിടങ്ങളിൽ ബുള്ളറ്റ് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ TK കൃഷ്ണൻ റോഡ്, ജവഹർ തിയേറ്റർ എന്നിവിടങ്ങളിൽ 2 ക്യാമറകളും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് 3 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലും നഗരസഭാ ഓഫീസിലും ഇതിന്റെ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പാലക്കാട് കേന്ദ്രമായുള്ള ഭഗവതി അസോസിയേറ്റ് കമ്പനിയാണ് സുരക്ഷാ ക്യാമറ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നഗരസഭ 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കുന്നംകുളത്തെ പ്രാദേശിക കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ CCTVയാണ് ക്യാമറകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ നെറ്റ് കണക്ഷൻ നൽകുന്നത്. ക്യാമറകളുടെ നടത്തിപ്പും അറ്റകുറ്റപ്പണികളും 1 വർഷം ഭഗവതി അസോസിയേറ്റ് കമ്പനിയായിരിക്കും ചെയ്യുക. തുടർന്നുള്ള വർഷങ്ങളിൽ നഗരസഭ ടെൻഡർ വിളിച്ച പുതിയ ധാരണാപത്രം ഒപ്പുവെക്കേണ്ടി വരും. മാലിന്യം വലിച്ചെറിയുന്നവരെയും സാമൂഹ്യദ്രോഹികളെയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും പിടികൂടുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും പുതിയ സംവിധാനം വഴി കഴിയും. AC മൊയ്തീൻ MLA നിർദ്ദേശപ്രകാരമാണ് നഗരസഭ ക്യാമറകൾ സ്ഥാപിച്ചതെങ്കിലും ഇതിനാവശ്യമായ വിപുലീകരണത്തിന് MLA ഫണ്ട് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം ഗതാഗത നിയമം ലംഘിക്കുന്നവരെയും മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും കണ്ടെത്താൻ CCTV ക്യാമറകൾ പോലീസിനെ സഹായിക്കുമെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതിന് ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളോ ലഭ്യമായിട്ടില്ല. ഭാവിയിൽ നഗരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും ക്യാമറ സംവിധാനം വിന്യസിപ്പിക്കുമെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. സമാനതകളില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ആശ്വാസ് വാടക വീട് പദ്ധതിയുടെ ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ എന്നിവർക്ക് ആശുപത്രിക്ക് സമീപം കുറഞ്ഞ വാടക നിരക്കിൽ താമസ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് ആശ്വാസ് വാടക വീട്. കോവിഡ് കാലത്തുൾപ്പെടെ കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തിന് മാതൃകയായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ആദ്യമായി പദ്ധതി തുടങ്ങുന്നത് തൃശൂർ ജില്ലയിലാണെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിന്റെയും റവന്യൂ വകുപ്പിന്റെയും കൈവശമുള്ള ഭൂമിയിലാണ് സർക്കാർ ധനസഹായത്തോടെ ആശ്വാസ് വാടക വീട് ഒരുക്കിയത്. 53 സെന്റ് ഭൂമിയിൽ 2 നിലകളിലായി 11,730 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 27 ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളും 48 കിടക്ക സൗകര്യമുള്ള ഡോർമെട്രിയും ടവർ റൂമും ഉൾപ്പെടുന്നതാണ് കെട്ടിടത്തിന്റെ സൗകര്യങ്ങൾ. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനായി. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ PP സുനീർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, മുൻ MLAയും KSHB ബോർഡ് മെമ്പറുമായ ഗീതാ ഗോപി, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ B. ഷീല തുടങ്ങിയവരും പങ്കെടുത്തു. കുന്നംകുളം ചൊവ്വന്നൂരിൽ കണ്ണിന് അണുബാധ ബാധിച്ച വളർത്തുനായയെ ഉടമ റോഡിൽ ഉപേക്ഷിച്ചു. വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. ചൊവ്വന്നൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിവരുന്ന സമയത്താണ് കല്ലഴി അമ്പലത്തിന് സമീപത്ത് റോഡിൽ സിൽവർ കളർ ഫോർഡ് കാറിലെത്തിയ വ്യക്തി നായയെ റോഡിൽ ഇറക്കിവിട്ടതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. 8 മാസത്തോളം പ്രായമുള്ള പോമറേനിയൻ ഇനത്തിൽപ്പെട്ട വളർത്തുനായയാണ് ഉടമ റോഡിൽ ഉപേക്ഷിച്ചത്. പിന്നീട് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് പുറകെയെല്ലാം ഉടമയുടെ വാഹനമാണെന്ന് കരുതി വളർത്തുനായ ഓടിയതോടെ വളർത്തുനായയുടെ ജീവന് ആപത്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ നായയെ സമീപത്തെ വീട്ടിൽ കെട്ടിയിടുകയും ബിസ്ക്കറ്റ് നൽകുകയും ചെയ്തു. സംഭവം വിദ്യാർത്ഥികൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും ചൊവ്വന്നൂർ പഞ്ചായത്തിലും അറിയിച്ചതിനെ തുടർന്ന്
ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് സ്ഥലത്തെത്തി. സുമേഷ് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മൃഗസ്നേഹി ഷബീബിന്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഉടമ ഉപേക്ഷിച്ച വളർത്തുനായ. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കൊരട്ടിയിൽ തെരുവുനായ്ക്കളുടെ വിളയാട്ടം. 200ഓളം ഇറച്ചിക്കോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നു. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് നിർത്തിയിട്ടിരുന്ന മിനി പിക്കപ്പ് ലോറിക്ക് പുറകിലിടിച്ചു. ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യകതയുടെ 50%വും 2027ഓടെ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്തുവാനുള്ള തീവ്ര ശ്രമത്തിലാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.